ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ് ആവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, പക്ഷേങ്കിൽ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായിട്ടും ഹെൽപ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, എന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ കാണുക കേട്ടോ. അതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങളുടെ നെയിം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നെയിമും പ്ലേസും ഒന്ന് പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് എൻ്റെ ഈ ഒരു ഒരു എഴുത്ത്, അതായത് ജേർണലിംഗ് എന്നൊന്നും അന്ന് അറിയണ്ടായിരുന്നില്ല, എങ്കിലും ആ ഒരു ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു പഴയ ബുക്കിൽ ഒരു കുഞ്ഞു പേപ്പറിലാണ്. പക്ഷേ അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് ജേർണലിംഗ് മറ്റു ബുക്കൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ബുക്കാണ് ഇത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് വെച്ചാൽ നമ്മൾ നന്ദി പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ബുക്കാണ് കേട്ടോ ഇത്. ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ empty പേജസ് ഉണ്ട്, എഴുതാത്ത പേജസ് ഉണ്ട്, ടാസ്കുകളുണ്ട്. എനിക്കിഷ്ടമായൊരു ബുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ കുറച്ച് ടാസ്കൊക്കെ തരും. ആ ഒരു ബുക്കിൽ കുറച്ച് ടാസ്കൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ സ്റ്റക്കായി കിടക്കുകയാണ് അല്ലേ, നമ്മൾ സീറോയിലാണ് ഉള്ളത് എന്നാണ് നിങ്ങളെ മൈൻഡിലുള്ളതെങ്കിൽ നമുക്ക് സീറോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. അപ്പോൾ എനിക്കറിയുന്ന കുറേ പേർക്ക് നല്ല ടാലൻ്റ് ഉണ്ടെങ്കിലും അത് എങ്ങനെ ചെയ്യണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് കുറേ പേരുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് സഹായിക്കും. നമ്മൾ മനസ്സിൽ എത്ര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടാസ്കെങ്കിലും അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അത് പ്രോഗ്രസ് ആയിട്ട് നടക്കുള്ളൂ. നമുക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളതിലല്ല കാര്യം, നമ്മൾ എത്രമാത്രം അത് പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ്. ഒരുപാട് കഴിവുണ്ടായിട്ടും ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം. നിങ്ങൾ സ്റ്റക്കായി കിടക്കുകയാണെങ്കിൽ അപ്പം ഞാൻ ഒരു നോട്ട്ബുക്ക് എടുക്കാം. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങളുടെ ഡ്രീംസ് മുഴുവനായിട്ട് എഴുതി വെക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, ആ ഒരു ഡ്രീംസ് മുഴുവനായിട്ട് എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഇനി നെക്സ്റ്റ് അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇന്ന് മുതൽ എനിക്ക് ഈ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ ഡ്രീംസും ഗോൾസും ഡിഫറെൻ്റ് ആണ്. ഡ്രീംസ് നിങ്ങൾക്ക് ഗോൾസാക്കി മാറ്റാൻ പറ്റണതൊക്കെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അപ്പം നിങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് ഇത് ചെയ്യണതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഡ്രീംസ് എന്താണോ അതിൽ നിന്ന് ഗോൾ സെലക്ട് ചെയ്യുക, ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്തത് കാലിഗ്രാഫി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനല്ല കേട്ടോ ഇവിടെ എഴുതണത്. ഞാൻ മുമ്പ് 4 വർഷം മുമ്പ് എഴുതിയതായിരുന്നു കാലിഗ്രാഫി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ കാലിഗ്രാഫി പഠിക്കുക എന്നുള്ളത് എഴുതിയപ്പോൾ അതൊരു ഗോളാക്കി ഞാൻ സെറ്റ് ചെയ്തു. അതായത് ഗോളാക്കി സെറ്റ് ചെയ്യുമ്പോൾ ആ ഗോളിന് എന്തായിട്ടൊരു ടൈം ഉണ്ടാവും. 1 വർഷം, 2 വർഷം, 6 മാസം, 3 മാസം, 1 വർഷം, അങ്ങനെ ഉള്ളൊരു ഗോളാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു ഗോളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ സ്റ്റക്കായി എടുത്തുനിന്ന് നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെച്ചു. നമ്മൾ കറക്റ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ. നമുക്ക് ഇന്നതാണ് ആവേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു കാലിഗ്രാഫി പഠിക്കണം എന്ന് എഴുതി. അപ്പോൾ ആ കാലിഗ്രാഫി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ എന്തെങ്കിലും അതിൽ ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് ഞാൻ അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എല്ലാം എഴുതി വെക്കുക. അതായത് ഇന്ന് രാത്രി നിങ്ങൾക്ക് നാളെ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് എഴുതി വെക്കുക. അത് നിങ്ങൾ ഒറ്റൊരു ടാസ്ക് മാത്രം എടുക്കാതെ നിങ്ങളെ കൊണ്ട് പറ്റണ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒക്ടോബർ 3 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒക്ടോബർ 3 ഞാൻ എഴുതുന്നത് ഒക്ടോബർ 2-ാം തീയതി രാത്രിയാണ്. രാത്രി ഉറങ്ങാൻ നേരം അല്ലെങ്കിൽ മോർണിംഗിൽ എഴുതുന്നതായിരിക്കും നല്ലത്. രാത്രിയായിട്ട് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ രാത്രി എഴുതി വെക്കുക, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം, നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണ്, ഇവിടെ കാലിഗ്രാഫി പഠിക്കുക എന്നുള്ളതുകൊണ്ട് കാലിഗ്രാഫിയിൽ ഇന്ന ലെറ്റർ പഠിക്കുക എന്ന് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന കാര്യങ്ങൾ പഠിക്കാനായിട്ട് എഴുതി വെക്കുക. അപ്പോൾ കാലിഗ്രാഫി പഠിക്കാനായിട്ട് ഞാനിവിടെ അവിടെ എഴുതി കാലിഗ്രാഫി പഠിക്കണം, അതിൽ ഗോൾ എഴുതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ ദിവസത്തെ ടാസ്ക്കാണ്.
അപ്പോൾ ഒക്ടോബർ 3 ഞാൻ എഴുതി ഒരു ഫസ്റ്റ് 2 ലെറ്റേഴ്സ് പഠിക്കുന്നുള്ളത്. അപ്പോൾ ആ 2 ലെറ്റേഴ്സ് നമുക്ക് അവിടെ എഴുതി വെക്കാം. അപ്പോൾ നമ്മൾ ഒക്ടോബർ 3 അതായത് പിറ്റേ ദിവസം, ഞാൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ പറയുകയാണെ, ആ പിറ്റേ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം മസ്റ്റായിട്ടും ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഗോള് നിങ്ങൾ എഴുതി നിങ്ങളത് ഗോളിലേക്ക് എന്താണ് അച്ചീവ് ചെയ്യാനുള്ള ഓരോ സ്റ്റെപ്പ് ചെയ്യാണ്. നിങ്ങൾ 6 മന്താണ് ഇട്ടതെങ്കിൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഗോള് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനായിട്ട് നമ്മൾ ഓരോ ദിവസം പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള സംഭവത്തിനെ, ഗോളിനെ സിമ്പിൾ ടാസ്കുകളാക്കി മാറ്റുക. ഓരോ ദിവസത്തേക്ക് മാറ്റുക. നിങ്ങൾ അറിയേണ്ടത് ഒരു കാര്യവും നമ്മൾ പെട്ടെന്ന് ഷെഡേന്ന് പറഞ്ഞ് നമുക്ക് കിട്ടില്ല. എല്ലാതും ചെറുങ്ങനെ പതിയെ കിട്ടണതാണ്. അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ചെറുതായി എഴുതി വെക്കുക. എന്നിട്ട് ആ ടാസ്ക് ചെയ്യുക. എന്നിട്ടത് എന്ത് ചെയ്യുക, ടിക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കാം. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ആക്കാം. ഡയറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഗോൾസും ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ളത്. വെറുതെ വീട്ടിലിരുന്ന് സമയം പോകുന്ന ഞാൻ ഇതിനെ എൻ്റെ ഇഷ്ടങ്ങളെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ മോർണിംഗ് റൊട്ടീൻസും ഞാനിതൊക്കെ ചെയ്യുന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് എഴുതുന്നതല്ലേ കാണിച്ചുള്ളൂ. അപ്പോൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇൻഷാ അല്ലാ വീഡിയോ ആക്കി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.